Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, Miss. മഴയൊക്കെ ഉണ്ടോ? നല്ല മഴയാണല്ലേ എല്ലായിടത്തും. ഓക്കെ. ഇപ്പൊ നമ്മുടെ ക്ലാസ് രാവിലെ ഇന്നലെ മുതൽ തുടങ്ങിയത് എവിടെയൊക്കെ മഴ കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ് തുടങ്ങി ഇടയിൽ എന്തെങ്കിലും ക്ലാസ് കട്ടാവേ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം നമ്മുടെ കറണ്ട് പോകാനും കുറെ ടെക്നിക്കൽ ഇഷ്യൂസിനൊക്കെ കാരണമാകുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കല് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. മിസ് ക്ലാസ് തുടങ്ങണക്കാട്ടി മുമ്പ് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്താ അറിയാം അല്ലെ, ഒരുപാട് സ്ഥലങ്ങളിൽ മരങ്ങളൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ്, കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ JCA എല്ലാം എടുത്തോണ്ടിരിക്കണേ. ക്ലിയർ അല്ലേ മിസ് എടുത്ത ഭാഗങ്ങള്? ഹിസ്റ്ററി ആണല്ലേ മിസ് എടുത്തോണ്ടിരിക്കുന്നത് അല്ലേ? കൾച്ചറൽ ചേഞ്ചസ് വരെ എത്തി അല്ലേ? നെക്സ്റ്റ് നമ്മുടെ ഇതില നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ഒരു ഹോസ്പിറ്റലില് എന്താണ് അവർക്ക് ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ആദ്യം തന്നെ അറിയില്ല അല്ലെ, അത് എങ്ങനെ തുടങ്ങണമെന്നോ അല്ലെ, അതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നടത്തണമെന്നോ അവർക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ, അവര് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് അവർക്ക് ആദ്യം അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവര് എന്ത് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി അവർക്ക് സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ JCI അക്രഡിറ്റേഷൻ ആളുകളിൽ നിന്ന്, എക്സ്പേർട്ടുകളിൽ നിന്ന് അതല്ലെങ്കിൽ ഉപദേശകരിൽ നിന്ന് അവർ അഡ്വൈസുകൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെ? അല്ലേ? അപ്പൊ നെക്സ്റ്റ് പറയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മെഡിസിൻ കൺസൾട്ടൻസി എന്നാണ് കേട്ടോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. മെഡിസിൻ അല്ല, മീഡിയൻസ് കൺസൾട്ടൻസി എന്നാണ് കേട്ടോ. മീഡിയൻസ് അങ്ങനെ തന്നെയാണോ കിടക്കുന്നത് നിങ്ങളുടെ പ്രിന്റില? മീഡിയൻസ് എന്നാണോ കിടക്കുന്നത്? ആണോ? അല്ല. ഓക്കെ, ഇതില് മെഡിസിൻ എന്നാണ് കിടക്കുന്നത്. മെഡിസിൻ അല്ല, മീഡിയൻസ് ആണ് കേട്ടോ. MEDIANCE, മീഡിയൻസ് കൺസൾട്ട് മെഡിസിൻ എന്നാണ് അല്ലെ? അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തേ. മീഡിയൻസ് കൺസൾട്ടൻസി. Medians Consultancy in New Delhi is India's leading JCI accreditation consultancy. അല്ലെ, നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിനൊക്കെ അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്ന ഇന്ത്യയിലെ ഒരു കൺസൾട്ടൻസിയാണ് ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മീഡിയൻസ് കൺസൾട്ടൻസി. മാർക്ക് ചെയ്യാട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, മാർക്ക് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ JCI അക്രഡിറ്റേഷന് വേണ്ടി ഹോസ്പിറ്റലുകളെ അതല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനെ സഹായിക്കുന്ന, അക്രഡിറ്റേഷൻ ലഭ്യമാകാൻ സഹായിക്കുന്ന ഒരു അക്രഡിറ്റേഷൻ കൺസൾട്ടൻസിയാണ് ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മീഡിയൻസ് കൺസൾട്ടൻസി. As the team
As the best team of JCI accreditation experts of India, we have completed 19 JCI accreditation India, Gulf region, and the South countries region. ഇതെന്താണ് ഈ ഒരു മീഡിയൻസ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള ഒരു JCI അക്രഡിറ്റേഷൻ കൺസൾട്ടൻസി ആണ്. ഇതെന്താണ് നമ്മുടെ ഗൾഫ് റീജിയനില് ഇന്ത്യയില് സാത്ത് കൺട്രീസിലേക്ക് 19 ഹോസ്പിറ്റലുകളിലേക്ക് അല്ലെങ്കിൽ 19 ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലേക്ക് അക്രഡിറ്റേഷൻ ലഭ്യമാക്കാനായിട്ട് കംപ്ലീറ്റഡ് 19 JCI അക്രഡിറ്റേഷൻ നമ്മുടെ 19 ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അക്രഡിറ്റേഷൻ ലഭ്യമാകാനായിട്ട് സഹായിച്ചിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിയാണ് മീഡിയൻസ് കൺസൾട്ടൻസി. ഒന്നുകൂടി പറയാം, എന്താണ് സാത്ത് കൺട്രീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അഫ്ഗാനിസ്ഥാൻ അല്ലെ, ബംഗ്ലാദേശ്, 8 രാജ്യങ്ങൾ കൂടിയത് അല്ലെ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ അല്ലെ, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ. അതിൽ ഏതൊക്കെ കൺട്രീസ് ആണുള്ളത്? അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലദ്വീപ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക അല്ലെ. അങ്ങനെയുള്ള 8 രാജ്യങ്ങൾ കൂടിയതല്ലേ സാർക്ക് കൺട്രി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? കേട്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലും ഗൾഫ് റീജിയണിലും സാർക്ക് കൺട്രീസിലും കൂടി 19 ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അക്രഡിറ്റേഷൻ ലഭ്യമാക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു ഇന്ത്യയിലെ കൺസൾട്ടൻസിയാണ് മീഡിയൻസ് കൺസൾട്ടൻസി. ഇത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ലഭ്യമാക്കാനായിട്ട് സഹായിക്കുന്ന എന്താണ് എക്സ്പേർട്ട് വൈദഗ്ധ്യമായിട്ടുള്ള ഒരു കൺസൾട്ടൻസിയാണ് നമ്മുടെ ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മീഡിയൻസ് കൺസൾട്ടൻസി. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നോ അതർ കൺസൾട്ടൻസി ഇൻ ഇന്ത്യ ഹാസ് സച്ച് എ സക്സസ്ഫുൾ ആൻഡ് ഹ്യൂജ് ട്രാക്ക് റെക്കോർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് JCI അക്രഡിറ്റേഷൻ അല്ലെ. എന്താണ് ഇന്ത്യയിലെ വേറൊരു കൺസൾട്ടൻസിക്കും എന്താണ് നമ്മുടെ ഈ മീഡിയൻസ് കൺസൾട്ടൻസിയുടെ അത്രയ്ക്കും JCI അക്രഡിറ്റേഷൻ മേഖലയിൽ ഇത്രയും വിപുലമായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണ് സക്സസ്ഫുൾ ആയിട്ടുള്ളതോ ആയ റെക്കോർഡ് ഇല്ല, വിജയകരമായിട്ടുള്ള ഒരു റെക്കോർഡ് ഇല്ല. ഇപ്പൊ നമ്മളാണെങ്കിലും ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള കൺസൾട്ടൻസി, ഇപ്പൊ ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയുള്ള കൺസൾട്ടൻസിനായിരിക്കും സമീപിക്കുന്നത്, അപ്രോച്ച് ചെയ്യുന്നത്? കൂടുതൽ വിജയകരമായിട്ടുള്ള അല്ലെ, സക്സസ്ഫുൾ ആയിട്ടുള്ള റെക്കോർഡുകൾ ഉള്ളത്, ഹൈ റേറ്റിംഗ് ഉള്ളത് അല്ലെ, സക്സസ്ഫുൾ ആയിട്ടുള്ള റെക്കോർഡ് ഉള്ളവരടുത്തല്ലേ നമ്മ പോവുള്ളൂ. നമുക്ക് ഉറപ്പാണ് അല്ലെ, അങ്ങനെയുള്ളവർക്ക് സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് അല്ലെ എന്തായാലും നമുക്ക് ജോലി കിട്ടും അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു മീഡിയൻസ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ വേറൊരു കൺസൾട്ടൻസിക്കും ലഭ്യമാകാത്ത തരത്തില് JCI അക്രഡിറ്റേഷൻ മേഖലയിൽ വിപുലമായിട്ടുള്ളതും സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെ വിജയകരമായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ അക്രഡിറ്റേഷൻ ലഭ്യമാകുന്നതിന് സഹായിക്കുന്ന കൺസൾട്ടൻസിയിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള ബെറ്റർ ആയ ഒരു ഗുഡ് കൺസൾട്ടൻസിയാണ് മീഡിയൻസ് കൺസൾട്ടൻസി. നെക്സ്റ്റ് പറയുന്നത് ഇവരെങ്ങനെയാണ് ക്ലയന്റിന്, അതായത് ഇവരുടെ അടുത്ത് ചെയ്യുന്ന അല്ലെ അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇവരുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കുന്ന ഹോസ്പിറ്റലുകാരുടെ അടുത്ത് ഇവരെങ്ങനെയാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നോക്കിയേ. വി ഓൾവേസ് start our journey. ഒരു മിനിറ്റ് കേട്ടോ, ഒരു സെന്റൻസ് മിസ് വിട്ടുപോയില്ലേ. We just don't answer the queries or questions related to JCI accreditation standards for our client hospital, but implement the JCI standards in the hospital as one team. അവരെന്ത് ചെയ്യാണ്, അവര് JCIയുടെ അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൊരു കൺസൾട്ടൻസിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വയറീസ് ഉണ്ടാവും അല്ലെ, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ, നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ.
അപ്പൊ അവര് എന്ത് ചെയ്യാണെന്ന് ഈ ഒരു കൺസൾട്ടൻസി, ഈ ഒരു അക്രഡിറ്റേഷൻ കൺസൾട്ടൻസി അവര് ക്ലയന്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നില്ല. പകരം അവര് എന്ത് ചെയ്യാണ്, ആ ഒരു ക്ലയന്റിനോട് കൂടി ചേർന്ന് തന്നെ ആ ഒരു ഹോസ്പിറ്റലില് JCAയുടെ സ്റ്റാൻഡേർഡ്സുകൾ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവരുടെ കുറെ ക്വസ്റ്റ്യൻസിന് മറുപടി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? നമ്മുടെ JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കണം അല്ലെ? എന്നാൽ മാത്രമല്ലേ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭ്യമാകുള്ളൂ. അപ്പൊ എന്താണ് ഇവര് ചെയ്യുന്നത്? നമ്മുടെ we just don't answer the queries or questions related JCI accreditation standards for our client hospital അല്ലെ? അവരെ ക്ലയന്റ് ആയിട്ട് വരുന്ന ആ ഒരു ഹോസ്പിറ്റലുകാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ അവരെ ക്വയറീസിന് മറുപടി നൽകുക അല്ല ചെയ്യുന്നത്. എന്താണ്? ആ ഒരു ഹോസ്പിറ്റലുകാരുമായി കൂടി ചേർന്ന് JCAയുടെ സ്റ്റാൻഡേർഡുകൾ ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുകയാണ് ഈ ഒരു കൺസൾട്ടൻസി ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഒരുപാട് കൾച്ചറൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും അല്ലെ? നമ്മുടെ സ്റ്റാഫുകളുടെ ബിഹേവിയറിലെ ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും അല്ലെ? ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്രയും. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, വി ഓൾവേസ് സ്റ്റാർട്ട് അവർ ജേർണി അല്ലെ? അവരെങ്ങനെയാണ് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്? ആ ഒരു ഹോസ്പിറ്റലും ആ ഒരു കൺസൾട്ടൻസിയും കൂടി ആ ഒരു അക്രഡിറ്റേഷൻ അവർക്ക് ലഭ്യമാകുക അല്ലെ, കരസ്ഥമാക്കുക എന്നുള്ള ആ ഒരു ജേർണി, ആ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. Our journey with our clients to bring the overall cultural changes to achieve JCA accreditation with a paradigm shift in the thought process of staffs to adopt and continue the practice of best patient safety standard അല്ലെ? മികച്ച പേഷ്യന്റ് സ്റ്റാൻഡേർഡുകൾ, പേഷ്യന്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ അല്ലെ, മികച്ച രോഗി സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നതും പിന്നെ അതെന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണോ? വൺസ് അവർ ആ ഒരു സ്റ്റാൻഡേർഡ് സ്വീകരിച്ചാൽ മാത്രം മതിയോ? ആ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ ആ ഒരു സ്റ്റാൻഡേർഡുകൾ അവർ കണ്ടിന്യൂ ചെയ്യണ്ടേ? വേണ്ടേ? വേണം, ഫോളോ ചെയ്യണം അല്ലെ? അപ്പൊ അത് തുടരുന്നതിനും സ്റ്റാഫുകളുടെ ചിന്താ പ്രക്രിയയിൽ അല്ലെ, അവരുടെ തോട്ട്സിന് മാറ്റങ്ങൾ കൊണ്ടുവരണോ? സ്റ്റാഫിന്റെ ഇപ്പോഴത്തേക്ക് മാത്രം ആ സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവരുന്നാൽ മതി, അത് കഴിഞ്ഞാൽ അത് വേണ്ടാന്നാണോ അവർ ചിന്തിക്കേണ്ടത് സ്റ്റാഫുകള്? അല്ല അല്ലേ? അല്ല. അപ്പൊ എന്താണ്, അവരുടെ ചിന്താ പ്രക്രിയയില് മാറ്റങ്ങൾ ഒരു മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ JCAയുടെ അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഹോസ്പിറ്റലില് കൾച്ചറൽ ചേഞ്ചസ് കൊണ്ടുവരുന്നതിനായി ഈ കൺസൾട്ടൻസി പ്രവർത്തിക്കുന്നു. സോ ഒന്നുകൂടെ പറയാം, എന്താണ് നമ്മുടെ മികച്ച അല്ലെ ബെസ്റ്റ് പേഷ്യന്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ അല്ലെ, മികച്ച പേഷ്യന്റ് സുരക്ഷാ മാനദണ്ഡങ്ങള് സ്വീകരിക്കുകയും അത് തുടരുന്നതിനും എന്ത് വേണം, ഇത് സ്വീകരിക്കാനും തുടരാനും ആരെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്? സ്റ്റാഫുകൾക്കാണ് അല്ലെ? നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും പരിചരിക്കുന്നതും കെയർ തരുന്നതും നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളാണ് അല്ലെ? ആണോ? ആണ് അല്ലേ? അപ്പൊ എന്താണ്, ആ ഒരു മാനദണ്ഡങ്ങള് അവര് സ്വീകരിക്കുന്നതിനും തുടരുന്നതിനും കണ്ടിന്യൂ ചെയ്യണം അല്ലെ, തുടരുന്നതിനും സ്റ്റാഫുകളുടെ ചിന്താ പ്രക്രിയയില് ഒരു മാതൃകാപരമായിട്ടുള്ള അല്ലെ, ഒരു മാതൃകാപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ JCI അക്രഡിറ്റേഷൻ നേടുന്നതിനുള്ള മൊത്തത്തിലുള്ള ഒരു കൾച്ചറൽ ചേഞ്ചസ് അല്ലെ, സാംസ്കാരിക മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഈ ഒരു കൺസൾട്ടൻസി ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളില് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ ലഭ്യമാകുന്ന തരത്തില് ചേഞ്ചസ് കൊണ്ടുവരുന്നു അല്ലെ. ഇപ്പൊ എന്താണ് JCIയുടെ സ്റ്റാൻഡേർഡുകൾ, അതൊരു നമ്മുടെ ഒരു സെക്ഷനിലോ ഹോസ്പിറ്റലിലെ ഒരു സെക്ഷനിൽ മാത്രമാണ് ആ ഒരു സ്റ്റാൻഡേർഡുകൾ പ്രാവർത്തികമാക്കേണ്ടത്. ഫാർമസിയിൽ മാത്രം മതിയോ? അല്ല അല്ലെ, നമ്മുടെ കാഷ്വാലിറ്റിയിൽ വേണം, ഇൻപേഷ്യന്റിൽ വേണം, അനസ്തേഷ്യയിൽ വേണം, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ വേണം അല്ലെ, നമ്മുടെ എന്താണ് MRD ഡിപ്പാർട്ട്മെന്റിൽ വേണം അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വേണം, ഇത് വേണ്ടേ?
അപ്പൊ എന്താണ് അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലുമാരുമായി നിന്ന് പ്രവർത്തിക്കുകയാണ് ഈ ഒരു കൺസൾട്ടൻസി ചെയ്യുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്ന് വെച്ചാല് എന്താണ് ആ ഒരു കൺസൾട്ടൻസി, ഇപ്പൊ നമ്മ ഒരു ചില കൺസൾട്ടൻസിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ച് അഡ്വൈസുകൾ തരും അല്ലെ, കുറച്ച് അഡ്വൈസുകൾ തരും അല്ലേ. എന്നിട്ട് അഡ്വൈസുകൾ തരിക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു മീഡിയൻസ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് അഡ്വൈസുകൾ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ ഒരു അവരുടെ ക്ലയന്റിനൊപ്പം കൂടി ചേർന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ് ആ ഒരു ഹോസ്പിറ്റലില് കൾച്ചറൽ ചേഞ്ചസിൽ മൊത്തത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആ ഒരു ഹോസ്പിറ്റലിനെ അക്രഡിറ്റേഷൻ ലഭ്യമാക്കുക എന്നുള്ള ആ ഒരു ജേർണിയിലേക്ക് അവരെ നയിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ടേ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ ആണോ? എന്നിട്ട് മിസ് നെക്സ്റ്റ് എടുക്കാം. ഒന്നുകൂടെ പറയണം. ഓക്കെ. എന്ന് വെച്ചാല് എന്താണ് നമ്മുടെ JCI പറഞ്ഞു അല്ലെ, ഓക്കെ ആണ് അല്ലെ, മൂസിനെ ആണല്ലേ ചോദിച്ചത്. ഓക്കെ. അപ്പൊ എന്താ ഓക്കെ എന്താണ് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നുണ്ടെന്ന് കൺസൾട്ടൻസിനെ സമീപിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അഡ്വൈസറി സർവീസുകളൊക്കെ ഹെൽപ്പിന് വേണ്ടി വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതില് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ലീഡിംഗ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ കൺസൾട്ടൻസിയാണ് മീഡിയൻസ്, ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മീഡിയൻസ് കൺസൾട്ടൻസി. അത്ര ഓക്കെയാണോ? ഇന്ത്യയില് ഇത്രയും വിജയകരമായിട്ടുള്ളതും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റെക്കോർഡ് ഈ ഒരു മീഡിയൻ കൺസൾട്ടൻസിക്ക് മാത്രമാണ് കരസ്ഥമായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മീഡിയൻസ് കൺസൾട്ടൻസി ജസ്റ്റ് എന്താണ് ആ ഒരു ഹോസ്പിറ്റലുകൾക്ക് അഡ്വൈസുകൾ, ഉപദേശങ്ങൾ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ ഒരു അക്രഡിറ്റേഷൻ ജേർണിയിൽ അവരോടൊപ്പം കൂടി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള കൾച്ചറൽ ചേഞ്ചസ് അല്ലെ. നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ നമുക്ക് ഓടിച്ചെന്ന് ഒരു വണ്ടി ഓടിക്കാൻ പറ്റുമോ? വേഗം ചെയ്യുന്ന ഒരു വണ്ടി ഓടിച്ച് നമുക്ക് ആ ലൈസൻസ് കരസ്ഥമാക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? നമ്മ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം അല്ലെ. 2 വീലർ ആണെങ്കിൽ എച്ച് എടുക്കണം, 4 വീലർ ആണെങ്കിൽ എച്ച് എടുക്കണം, റോഡ് എടുക്കണം അല്ലേ. പിന്നെ എന്താണ് ഒന്നും അറിയാത്ത, നമുക്ക് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഒരുപാട് ട്രെയിനിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ആദ്യം വണ്ടി എടുക്കാനായിട്ട് അല്ലെ, ബാലൻസ് ചെയ്യാൻ പഠിക്കണം അല്ലെ, വേണ്ടേ? വേണം. അപ്പൊ അവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? നമ്മൊരു ഡ്രൈവിങ്ങിന് ഒരു സ്കൂളിൽ ചെന്നാല് ആ ഒരു പേഴ്സന്റെ മൊത്തത്തിലുള്ള ഒരു ചേഞ്ചസ് വരുത്തുന്നുണ്ടോ? അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അവർക്ക് ട്രെയിനറായിട്ട് നിൽക്കുന്ന ആൾക്ക് എന്താണ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ നമ്മുടെ കൺസൾട്ടൻസി എന്ത് ചെയ്യുന്നുണ്ട്, മീഡിയൻ കൺസൾട്ടൻസി ആ ഒരു ഹോസ്പിറ്റലില് അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ, അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള കൾച്ചറൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്ന് അവരുടെ സ്റ്റാഫുകളില് ആ ഒരു JCIയുടെ സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവരുന്നതിനും സ്വീകരിക്കുന്നതിനും അത് കണ്ടിന്യൂ ചെയ്യുന്നതിനുമുള്ള അവരുടെ മാറ്റങ്ങളിലെ, അവരുടെ ചിന്താപ്രക്രിയ, തോട്ട്സുകളിലെ മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക കൂടി ഈ ഒരു കൺസൾട്ടൻസി ചെയ്യുന്നു. ഓക്കെ ആണോ മൂസിന? ആ ഒരു ഹോസ്പിറ്റലിനെ, അവിടുത്തെ സ്റ്റാഫുകളെ എന്താണ് ആ ഒരു JCIയുടെ സ്റ്റാൻഡേർഡ് പിന്തുടരാനും അതെന്താണ് അവരെ ആദ്യം അത് സ്വീകരിക്കാനും അത് തുടർന്ന് കൊണ്ടുപോകാനും അവിടെയുള്ള ചേഞ്ചസ് കൊണ്ടുവരിക കൂടി ഈ ഒരു കൺസൾട്ടൻസി ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആയോ? ഫസ്റ്റ് മിസ് പറഞ്ഞത് ഇമ്പോർട്ടന്റ് പറഞ്ഞത് മറ്റേ മീഡിയൻസ് കൺസൾട്ടൻസി ഇല്ലേ, മീഡിയൻസ് കൺസൾട്ടൻസി ഇൻ ന്യൂ ഡൽഹി, ഇന്ത്യസ് ലീഡിംഗ് JCI അക്രഡിറ്റേഷൻ കൺസൾട്ടൻസി ട്ടോ.
ഇങ്ങനെ ചോദിക്കാവുന്നത് as the best team of JCI accreditation we have completed എത്ര 19 JCI accreditation എന്ന് പറഞ്ഞിട്ടില്ലേ? അത് ചോദിക്കാം കേട്ടോ, അതും ചോദിക്കാം കേട്ടോ. അപ്പൊ അത് അടയാളപ്പെടുത്താം. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ദ മിഷൻ ഓഫ് JCI. നമ്മ ആദ്യം തന്നെ പറഞ്ഞു JCIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? JCIയുടെ ലക്ഷ്യം, എയിം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? ഇംപ്രൂവ് സേഫ്റ്റി. ഓക്കെ, സേഫ്റ്റി. പിന്നെ എന്താണ്? ക്വാളിറ്റി കെയർ കൊടുക്കുക. ആർക്കാണ് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക? ആർക്കാണത്? പേഷ്യൻസിന്. എങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പേഷ്യൻസിന് മാത്രമാണോ ക്വാളിറ്റി കെയറും പേഷ്യന്റ് സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത് JCI അക്രഡിറ്റേഷൻ സർവീസിലൂടെ ആണോ? അല്ല, വേൾഡിലെ തന്നെയാണ് അല്ലെ, വേൾഡ് കമ്മ്യൂണിറ്റിയിലാണ് അല്ലെ, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലാണ് അല്ലെ. അപ്പൊ നോക്കിയേ, ദ മിഷൻ ഓഫ് JCI ഈസ് ടു കൺസൾട്ടൻസി improve the safety and quality of care in the international community through education, advisory services and international accreditation and service and certification. അല്ലെ, എന്താണ്? വിദ്യാഭ്യാസം, ഉപദേശ സേവനങ്ങൾ അല്ലെ, അഡ്വൈസറി സർവീസസ്, കൂടാതെ ഇന്റർനാഷണൽ ലെവലിൽ അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അംഗീകാരം കൊടുക്കുക അല്ലെ, അക്രഡിറ്റേഷൻ കൊടുക്കുക, അവർക്ക് ആ ഒരു അക്രഡിറ്റേഷന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ, എന്നിവയിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തില് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില് പരിചരണത്തിന്റെ സുരക്ഷയും ഗുണനിലവാരവും നിരന്തരം മെച്ചപ്പെടുത്തുക എന്നതാണ് നമ്മുടെ JCIയുടെ ലക്ഷ്യം അല്ലെങ്കിൽ മിഷൻ എന്ന് പറയുന്നത് അല്ലെ, ദൗത്യം എന്ന് പറയുന്നത്. എന്താണ്? വിദ്യാഭ്യാസം, ഉപദേശക സർവീസുകള്, ഇന്റർനാഷണൽ ലെവലിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ അക്രഡിറ്റേഷൻ അംഗീകാരം കൊടുക്കുക അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുക, അതിനുവേണ്ടി അതിന് അംഗീകാരം ലഭിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നിവയിലൂടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ആ പേഷ്യൻസിന്റെ സുരക്ഷയും പിന്നെ എന്താണ് ഗുണനിലവാരവും നിരന്തരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് JCIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെയാണോ? നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞേക്കാണ്. നെക്സ്റ്റ് പറയുന്നത് നമ്മ പറഞ്ഞു, മിസ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു അല്ലെ, നമ്മ JCI എങ്ങനെയാണ് ഹോസ്പിറ്റലിന് മാത്രമല്ല അല്ലെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്, 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ് JCI ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, the types of healthcare programs accredited by the Joint Commission International includes അല്ലെ, നമ്മുടെ ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾ ഏതെല്ലാമാണ് നോക്കിയേ. ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അല്ലെ, ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്നുണ്ട്. ക്ലിനിക്കൽ ലാബ് അക്രഡിറ്റേഷൻ അല്ലെ, ക്ലിനിക്കൽ എന്താണ് നമ്മുടെ ലാബുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബിൽ പഠിച്ചു, അല്ലെങ്കിൽ ലബോറട്ടറിയിൽ പഠിച്ചു. എന്താണ് നാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് ഏതാണ് ലാബുകൾക്ക്? എന്നെ BL ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പൊ ഇതെന്താണ് നമ്മുടെ ഇന്റർനാഷണൽ ലെവലില് ലാബുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് JCI. ഓക്കെ അല്ലേ? ലാബുകൾക്ക്, ക്ലിനിക്കൽ ലാബുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ അല്ലെ, such as medical facilities integrated with the medical school and academic and commercial trial sites അല്ലെ. എന്താണ് നമ്മുടെ മെഡിക്കൽ സ്കൂളുകൾ നമുക്കറിയാം അല്ലെ, മെഡിക്കൽ കോളേജുകളിലൊക്കെ എന്താണ് മെഡിക്കൽ MBBS പഠിപ്പിക്കുന്നുണ്ട് അല്ലെ, കുട്ടികളെ നഴ്സിംഗിന് പഠിപ്പിക്കുന്നുണ്ട്, MBBS പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ സ്കൂൾ ആൻഡ് അക്കാദമിക് ആൻഡ് കൊമേഴ്ഷ്യൽ ട്രയൽ സൈറ്റ്സ് അല്ലെ. എന്താണ് ചില ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ചില കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്താണ് ക്ലിനിക്കൽ ട്രയലുകൾ നടത്തുന്നുണ്ടോ റിസർച്ച് സെന്റേഴ്സിലൊക്കെ?
ക്ലിനിക്കൽ ട്രയലുകൾ അല്ലെ, പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോഴോ അല്ലേ, ന്യൂ ഡ്രഗ്സുകൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പുതിയ അസുഖങ്ങൾ വരുമ്പോൾ അതിനെതിരെ വാക്സിനുകൾ വികസിപ്പിച്ചെടുക്കണം അല്ലെ. ഇപ്പൊ നമുക്ക് കൊറോണ വന്നപ്പോൾ പുതിയ വാക്സിൻ വികസിപ്പിച്ച് നമുക്കൊക്കെ ഇഞ്ചക്ഷൻ എടുത്തില്ലേ, വാക്സിനേഷൻ എടുത്തില്ലേ. അപ്പൊ അതൊക്കെ എവിടെയാണ് കണ്ടുപിടിക്കുക, റിസർച്ച് സെന്റേഴ്സിലൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ക്ലിനിക്കൽ ട്രയലുകൾ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ട്രയൽ സൈറ്റ്സിലൊക്കെ എന്താണ് നമ്മുടെ JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ഓക്കെ ആണോ? കൊമേഴ്ഷ്യൽ ട്രയൽ സൈറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഡിവൈസസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഒക്കെ ഇല്ലേ. നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള മെഡിക്കൽ ഡിവൈസുകൾ, മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. രോഗനിർണയത്തിന് വേണ്ടിയിട്ടും തെറാപ്യൂട്ടിക്കിന് വേണ്ടിയിട്ടും അല്ലെ, ഒബ്സർവേഷന് വേണ്ടിയിട്ടും ഇല്ലേ. ആണോ? ആണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, അതൊക്കെ ഹോസ്പിറ്റലുകാര് സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കുന്നതാണോ? അല്ല അല്ലേ. വാണിജ്യപരമായിട്ടുള്ള സാധനങ്ങളല്ലേ, കൊമേഴ്ഷ്യൽ ഐറ്റംസ് അല്ലേ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള മെഡിക്കൽ ഡിവൈസസ് സ്പോൺസേർഡ് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസുകളുടെയൊക്കെ എന്താണ് അക്രഡിറ്റേഷൻ നമ്മുടെ JCI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? കൊമേഴ്ഷ്യൽ ട്രയൽ സൈറ്റ്സ്. നെക്സ്റ്റ് പറയുന്നത് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് അല്ലെ. നമുക്കറിയാം ക്ലിനിക്കുകൾ അല്ലെ, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ, ഡയാലിസിസ് സെന്റേഴ്സ് അല്ലെ, അക്യൂട്ട് കെയർ സെന്റേഴ്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ JCI അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഹോം കെയർ ഫെസിലിറ്റീസ്. നമുക്കറിയാം ഹോം കെയർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കിടപ്പ് രോഗികൾക്ക് അല്ലെ, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാൻ സാധിക്കാത്ത ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വീടുകളിൽ തന്നെ എന്താണ് മെഡിക്കേഷൻസ് അല്ലെ, ആരോഗ്യ പരിചരണങ്ങള് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഹോം കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ട സ്റ്റാഫുകൾ, ആ ഒരു ഹോം കെയർ ചിലപ്പോ എന്താണ് പാലിയേറ്റീവ് കെയേഴ്സിന്ന് വരുന്ന ആളുകളായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ആ ഹോം കെയർ ഫെസിലിറ്റീസ് ഉണ്ടാവും. നമുക്ക് എന്താണ് പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവരുടെ ഭക്ഷണം കൊടുക്കുക, അവരെ കുളിപ്പിക്കുക, അവർക്ക് കാത്തീറ്റേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കുക അല്ലെ, അവരുടെ രോഗി പരിചരണത്തിൽ അവരെ സഹായിക്കുക അല്ലെ. ആണോ? ഫിസിയോതെറാപ്പി ചെയ്യുക അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്ന സ്റ്റാഫുകൾക്ക് ക്വാളിഫിക്കേഷൻ വേണോ? ആരെങ്കിലും വന്ന് ചെയ്താൽ മതിയോ? പറ്റില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അല്ലെ. അപ്പൊ എന്താണ് ഹോം കെയർ ഫെസിലിറ്റീസിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ നോക്കുന്നുണ്ട്, വിച്ച് ഇൻക്ലൂഡ് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് എൻവയോൺമെന്റ് സേഫ്റ്റി അല്ലെ. അതില് നമ്മുടെ സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്നുണ്ട്, അവരുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നോക്കുന്നുണ്ട്, അവരുടെ എൻവയോൺമെന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തിയതിനൊക്കെ ശേഷമാണ് അവർക്ക് ആ ഒരു ഹോം കെയർ ഫെസിലിറ്റീസിന് അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് അല്ലെ. ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് നമ്മ ഡിപ്ലോമയിൽ പഠിച്ചു അല്ലേ. കുറെ മൂന്നാല് എക്സാമ്പിൾ ഒക്കെ പഠിച്ചു. ജെറിയാട്രിക് ഫെസിലിറ്റീസ് അല്ലെ. ആണോ? അപ്പൊ അങ്ങനെയുള്ള ലോങ് ടേം കെയർ ഫെസിലിറ്റീസിന് നമ്മുടെ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. സച്ചാസ് അസൈഡ്സ് ലിവർ. അസൈഡ്സ് ലിവർ എന്ന് പറഞ്ഞാല് നമ്മുടെ അടിവയറ്റില്ല അറയില് ദ്രാവകം അടിഞ്ഞുകൂടുന്ന അവസ്ഥയെയാണ് അസൈഡ്സ് ലിവർ എന്ന് പറയാം. അപ്പൊ ഈ രോഗി ഒരുപാട് നാള് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ എന്താണ് ലോങ് ടേം ആയിട്ടുള്ള കെയർ ആവശ്യമായിട്ട് വരും അല്ലെ. ക്രോണിക് കെയർ, ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നില്ലെങ്കിൽ അവരുടെ ജീവിതാവസാനം വരെ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് നാള് ദീർഘകാലത്തേക്ക് ഒരു അസുഖം അവരെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അതിനെയാണ് അല്ലെ ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. ക്യാൻസർ ആണോ?
ക്യാൻസർ എത്താം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്രോണിക് കെയർ ഫെസിലിറ്റീസിന് അല്ലെ. പിന്നെ എന്താണ് മെന്റൽ പേഷ്യൻസ് ആണോ, അവര് ദീർഘകാലം അവര് എന്ത് ചെയ്യേണ്ടി വരും, ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുമോ? മെന്റൽ ഹോസ്പിറ്റലൊക്കെ ലോങ് ടേം കെയറിന് എക്സാമ്പിൾ അല്ലേ, ആണോ? ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലോങ് ടേം കെയർ ഫെസിലിറ്റീസിനൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? JCI അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ അല്ലെ. എന്താണ്? ഇൻക്ലൂഡ് എമർജൻസി ആൻഡ് നോൺ എമർജൻസി ട്രാൻസ്പോർട്ട് സർവീസസ് അല്ലെ, ആംബുലൻസ്. പിന്നെ എന്താണ്? നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ എയർ ആംബുലൻസ് ആണ് അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടിട്ടില്ലേ? ഒരു മൂവിയിലുണ്ടല്ലോ, പൃഥ്വിരാജിന്റെ പേര് പറഞ്ഞു മിസ്, അനാർക്കലി. ഓക്കെ. അപ്പൊ അതിലെന്താണ് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ആ ഒരു ലക്ഷദ്വീപിൽ നിന്ന് നമ്മുടെ കൊച്ചിയിലേക്ക് എത്തിക്കാനായിട്ട് എന്ത് വെഹിക്കിളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത്? ലാസ്റ്റ് ആ സീനില് ഹെലികോപ്റ്റർ അല്ലേ. അപ്പൊ എയർ ആംബുലൻസ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷനും നമ്മുടെ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രൈമറി കെയർ സെന്റേഴ്സ് അല്ലെ, നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള അല്ലെ, നമ്മുടെ അടുത്തൊക്കെയുള്ള പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങളിലേക്ക് അല്ലെ. സച്ചാസ് അവിടെ എന്തൊക്കെയാണ്? സച്ചാസ് കമ്മ്യൂണിറ്റി ഇന്റഗ്രേഷൻ. എന്താണ്? ഒരു കമ്മ്യൂണിറ്റി ഏകീകരണമാണ് അല്ലെ കൊണ്ടുവരുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്കിടയിൽ. എന്തുവരാ? പ്രിവെൻഷൻ, ഹെൽത്ത് പ്രൊമോഷൻ, ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ സെന്റേഴ്സ്. നമുക്ക് വരുന്ന സാംക്രമിക രോഗങ്ങളൊക്കെ വരുമ്പോഴാണ് അല്ലെ ആ ഒരു ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ കൂടുതലായിട്ട് ആളുകൾ വരുന്നത്. പനി കൂടുക, വൈറൽ ഫീവർ വരിക, അല്ലെങ്കിൽ മഴ കൂട്ടിപ്പിടിക്കുന്ന സിറ്റുവേഷനിൽ ഭയങ്കര തിരക്കായിരിക്കും, ആണോ? പിന്നെ എന്താണ്? ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അവർ പെട്ടെന്ന് വലിയ ഹോസ്പിറ്റലിലേക്ക് പോകുമോ? നമ്മുടെ അടുത്ത് തന്നെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടെങ്കിൽ ഇല്ല, ആദ്യം നമ്മ അങ്ങോട്ടായിരിക്കും അല്ലെ പോകുന്നത്, പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സിലായിരിക്കും അല്ലെ പോകുന്നത്. ആയിട്ട് കുറഞ്ഞില്ലെങ്കിൽ മാത്രമാണ് അല്ലെ. അപ്പൊ എന്താണ്? അങ്ങനെയുള്ള പ്രൈമറി കെയർ സെന്റേഴ്സിനും എന്ത് കൊടുക്കുന്നുണ്ട്? JCI അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? 8 തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരും കേട്ടോ, അടയാളപ്പെടുത്താം, ക്വസ്റ്റ്യൻ വരും. Which are the 8 types of healthcare program accredited by the JCI? Okay ആണോ? മീഡിയൻസ് കൺസൾട്ടൻസി പറഞ്ഞു, നമ്മുടെ JCIയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് പറയുന്നത് 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇത്രയും നേരം നമ്മൾ എന്താ പറഞ്ഞത്? JCI വേൾഡ് വൈഡ് അല്ലെ, ഇന്റർനാഷണൽ ലെവലില് ഹെൽത്ത് കെയർ 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്ക് അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നു പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് പറയുന്നത് നോക്കി, JCI itself is accredited by the International Society for Quality in Healthcare External Evaluation Association. നമ്മുടെ JCI തന്നെ എന്താണ്? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ, IEEA. ചോദ്യം വരും കേട്ടോ. IEEA stands for എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷന്റെ അംഗീകാരം ലഭിച്ച, അക്രഡിറ്റേഷൻ ലഭിച്ച ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI. നമ്മുടെ JCIക്ക് തന്നെ അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ടെന്ന് ക്ലിയർ ആയോ? JCI എന്താണ്? നമ്മുടെ 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതേപോലെ JCIക്ക് IEEAയുടെ അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, this accreditation provides assurance that the standards, processes and training used by JCI are in line with the highest international standards for accreditation body. നമ്മുടെ ഈ JCIക്ക് IEEAയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മീൻ ചെയ്യേണ്ടത്? ഈ
അക്രഡിറ്റേഷൻ IEEEയുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് JCI ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളും പ്രക്രിയകളും അവരുടെ പരിശീലനങ്ങളും അക്രഡിറ്റേഷൻ ബോഡികൾക്കുള്ള ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര നിലവാരത്തിന് അനുസൃതമാണെന്ന് ഈ അക്രഡിറ്റേഷൻ നമുക്ക് ഉറപ്പു നൽകുന്നു അല്ലെ. JCIക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ അല്ലെ, അവരുടെ പരിശീലനങ്ങള് അല്ലെങ്കിൽ അവര് പറയുന്ന പ്രക്രിയകള് എല്ലാം ഹയസ്റ്റ് അല്ലെ, ഏറ്റവും ഉയർന്ന നിലവാരമുള്ളത് അന്താരാഷ്ട്ര നിലവാരത്തിന് അനുസൃതമാണെന്ന് ഉറപ്പു നൽകുന്നു. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം മിസ്. JCIയും IEEEയുടെ അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഈ അക്രഡിറ്റേഷൻ അർത്ഥമാക്കുന്നത് JCI പറയുന്ന സ്റ്റാൻഡേർഡുകള് മാനദണ്ഡങ്ങളും അവരുടെ പരിശീലനങ്ങളും അവരുടെ പ്രക്രിയകളും എന്താണ്? ലോകമെമ്പാടുമുള്ള സുരക്ഷയും ആരോഗ്യ പരിപാലന ലോകമെമ്പാടുമുള്ള ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര നിലവാരത്തിന് അനുസൃതമാണെന്ന് ഉറപ്പു നൽകുന്നു. ഓക്കെയാണോ? ഈ അക്രഡിറ്റേഷൻ തെളിയിക്കുന്നത് അല്ലെ, അർത്ഥമാക്കുന്നത് JCI പറയുന്ന സ്റ്റാൻഡേർഡുകള്, പ്രോസസ്സുകള്, ട്രെയിനിങ്ങുകള് ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര നിലവാരത്തിന് അനുസൃതമാണെന്ന് ഈ ഒരു അക്രഡിറ്റേഷൻ ഉറപ്പു നൽകുന്നു. ഓക്കെയാണോ? എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസ് ആണ് കേട്ടോ, വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. JCIയുടെ ലക്ഷ്യം പറഞ്ഞു അല്ലെ. എന്താണ് JCIയുടെ ലക്ഷ്യം പറഞ്ഞത്? അതന്നെയാ പറയുന്നത്. JCI aims to maintain and improve safety and healthcare quality throughout the world by providing education, international accreditation, including international patient safety goals, അല്ലെ, advisory services and certification, വിദ്യാഭ്യാസം, അന്താരാഷ്ട്ര അക്രഡിറ്റേഷൻ ലഭ്യമാകുന്നത് എന്തിന്റെ ബേസിസിലാണ്? എന്തുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്? ഇന്റർനാഷണൽ ലെവലിലെ പേഷ്യന്റിന്റെ സുരക്ഷിതത്വം എന്നുള്ള ലക്ഷ്യം ഉൾപ്പെടുത്തിക്കൊണ്ടാണോ അല്ലെ? പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി കെയറുമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള IPSDS ഒക്കെ ചോദിക്കാട്ടോ, അടയാളപ്പെടുത്തുക, അതൊക്കെ ചോദിക്കാട്ടോ. പിന്നെന്താണ്? ഉപദേശക സേവനങ്ങള്, സർട്ടിഫിക്കേഷൻ ഒക്കെ ലഭ്യമാക്കിക്കൊണ്ട് എന്താണ്? ലോകമെമ്പാടുമുള്ള സുരക്ഷയും ആരോഗ്യ പരിപാലനവും നിലനിർത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് JCIയുടെ ലക്ഷ്യം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അല്ലെ. ഓക്കെയാണോ മക്കളെ? പറഞ്ഞത് തന്നെയാണ്, വീണ്ടും റിപ്പീറ്റേഷൻ വന്നിരിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് നോക്കിയേ. സിൻസ് ഇറ്റ്സ് ഫൗണ്ടിങ് ബൈ, നമ്മൾ പറഞ്ഞു JCI കമ്മീഷൻ, ഇന്റർനാഷണൽ കമ്മീഷൻ എന്നാണ് സ്ഥാപിച്ചത്. ഇന്റർനാഷണൽ JCI ജോയിന്റ് കമ്മീഷൻ 1994 അല്ലെ. അപ്പൊ എന്താണ്? സിൻസ് ഇറ്റ്സ് ഫൗണ്ടിങ് ബൈ ദി ജോയിന്റ് കമ്മീഷൻ ഇൻ 1994. നമ്മുടെ ജോയിന്റ് കമ്മീഷൻ JCI സ്ഥാപിച്ചത് 1994 അല്ലെ. JCI has accredited more than 1000 health organizations with its gold seal of approval, a globally recognized symbol of quality, patient care and safety. ഒരു ഹോസ്പിറ്റലിന് ഗോൾഡ് സീൽ അപ്രൂവൽ ലഭിച്ചു അല്ലെങ്കിൽ JCIയുടെ അക്രഡിറ്റേഷൻ ലഭ്യമായി എന്ന് പറഞ്ഞാൽ എന്താണ് സിംബൽ ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്? അവിടെ പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി കെയറും ലഭ്യമാക്കുന്നുണ്ട് അല്ലെ, ഉറപ്പ് നൽകുന്നുണ്ടെന്നല്ലേ. പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും ഗുണനിലവാരമുള്ള പരിചരണം ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെ. ആണോ? ആണ്. 1994 നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ സ്ഥാപിതമായതിനു ശേഷം ഗുണനിലവാരമുള്ള രോഗീ പരിചരണത്തിനും സുരക്ഷയുടെയും ആഗോളതലത്തിൽ അംഗീകൃത സിംബലായ ചിഹ്നമായ ഗോൾഡ് സീൽ അപ്രൂവലിലൂടെ 1000
1000-ത്തിലധികം അല്ലെ, മോർ ദാൻ 1000 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ 1000-ത്തിലധികം ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് JCI അംഗീകാരം നൽകിയിരിക്കുന്നത് അല്ലെ. 1994 നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ സ്ഥാപിതമായതിനു ശേഷം എന്താണ് പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി കെയറും അല്ലെ ഉറപ്പ് നൽകിക്കൊണ്ട് ആഗോളതലത്തിലെ അംഗീകരിക്കപ്പെട്ട ചിഹ്നമായ ഗോൾഡ് സീൽ അപ്രൂവലിലൂടെ 1000-ത്തിലധികം ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് JCI അംഗീകാരം നൽകിയിരിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ദിസ് ആർട്ടിക്കിൾസ് പ്രസന്റ് an overview of the JCI accreditation process and its benefits to the accreditation organization and patients. അല്ലെ, എന്താണ് നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ആർട്ടിക്കിൾസിൽ ആ ഒരു കാര്യങ്ങളിലൊക്കെ കൂടി എന്താണ് JCI അക്രഡിറ്റേഷൻ പ്രക്രിയയുടെ ഒരു ഓവർവ്യൂ ആണ് അല്ലെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. JCIയുടെ ലക്ഷ്യം എന്താണ്, JCIക്ക് എന്ത് തരത്തിലുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അല്ലെ, JCI പറയുന്ന അല്ലെ ആണോ? പിന്നെന്താണ് പ്രക്രിയ, ആ JCIയുടെ അക്രഡിറ്റേഷൻ പ്രക്രിയയുടെ ഒരു ഓവർവ്യൂ, പിന്നെ എന്താണ് അതുകൊണ്ടുള്ള ഒരു ഓർഗനൈസേഷന്റെയും പേഷ്യൻസിന്റെയും ബെനിഫിറ്റ്സുകളുമാണ് മുകളിൽ പറഞ്ഞ ആ ഒരു അവലോകനത്തിലാണ് ലേഖനത്തിൽ ആർട്ടിക്കിൾസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലെ. നമ്മുടെ ബെനിഫിറ്റ്സ്, നമ്മുടെ പേഷ്യൻസിന് എന്താണ് ബെനിഫിറ്റ്സ്? ഒരു ഹോസ്പിറ്റലിന് JCI അക്രഡിറ്റേഷൻ ലഭ്യമായാല് ക്വാളിറ്റി കെയർ കിട്ടും, സുരക്ഷിതത്വം, നമ്മുടെ സേഫ്റ്റി ഉറപ്പ് നൽകുന്നുണ്ടോ ഇല്ലേ? ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ആർക്കാ കിട്ടുന്നത്? ഒരു ഹോസ്പിറ്റലിന് ഇന്റർനാഷണൽ ലെവലില് അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ ലഭ്യമായി കഴിഞ്ഞാല് പേഷ്യൻസിനാണ് അല്ലെ. പേഷ്യൻസിന് എന്തെങ്കിലും ഒരു ഫിയർ വേണോ? ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ എന്തെങ്കിലും ഒരു പേടി വേണോ? ഭയം ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ എന്താ നമ്മൾ പിന്നെ എന്താണ് ഈ ഒരു അക്രഡിറ്റേഷൻ ലഭ്യമായത് കൊണ്ട് ഓർഗനൈസേഷൻ എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ ഉണ്ടോ? ബെനിഫിറ്റ്സ് ഉണ്ടോ മക്കളെ? അക്രഡിറ്റേഷൻ ഇന്റർനാഷണൽ ലെവലിലെ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ഉണ്ടല്ലേ. ഒരുപാട് രോഗികളെ അങ്ങോട്ട് അവർക്ക് ട്രീറ്റ്മെന്റിന് ലഭ്യമാവോ? കിട്ടോ? അട്രാക്ട് ചെയ്യില്ലേ? പിന്നെ എന്താണ് മെഡിക്കൽ ടൂറിസം എൻകറേജ് ചെയ്യില്ലേ? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. ഇൻഷുറൻസ് അല്ലെ, മെഡിക്കൽ ടൂറിസം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് അല്ലെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് അല്ലെ. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ. IEEA റെക്കഗ്നിഷൻ അല്ലേ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എന്താണ് JCI is accredited by the International Society of Quality in Health Care External Evaluation IEEA. നിങ്ങൾ ISQUA പഠിച്ചിട്ടില്ലേ ഡിപ്ലോമയില? പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് അപ്പൊ നിങ്ങൾ പഠിച്ചോ? ISQUA JCIക്ക് അക്രഡിറ്റേഷൻ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പഠിച്ചില്ലേ? JCIക്ക് ISQUA എന്താണ് അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ടെന്നും പറഞ്ഞ് പഠിച്ചു അല്ലെ. ഡിപ്ലോമയിൽ പഠിച്ചോ? ഓക്കെ. അപ്പൊ അതേപോലെ എന്താണ് ISQUA മാത്രമല്ല JCIക്ക് എന്തിന്റെയും കൂടി അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ടെന്ന് IEEA കൂടി എന്ത് കിട്ടിയിട്ടുണ്ടെന്ന് അക്രഡിറ്റേഷൻ കരസ്ഥമായിട്ടുണ്ട് അല്ലെ. JCI is accredited by the International Society, മാറരുത് കേട്ടോ, International Society of Quality in Health Care അല്ലെ. അവിടം വരെയാണ് ISQUA എന്ന് പറയുന്നത് അല്ലെ. International Society for Health Quality in Health Care അല്ലെ ആണോ? അല്ലെ ISQUA. ഇതിൽ എന്താണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ്
ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്നും കൂടി, എക്സ്റ്റേണൽ ഇവാലുവേഷൻ അസോസിയേഷൻ എന്നും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ എന്താ, നമ്മുടെ JCIക്ക് IEEA കൂടി എന്തെത്തിയിട്ടുണ്ട്, അക്രഡിറ്റേഷൻ കരസ്ഥമായിട്ടുണ്ട്. The IEEA provides third party external evaluation services to health and social care external evaluation organizations and standard developing bodies around the globe. അല്ലേ, എന്താണ് IEEA? ആരോഗ്യ സാമൂഹിക പരിപാലന ബാഹ്യ മൂല്യനിർണയ ഓർഗനൈസേഷനുകൾക്കും അല്ലെ. ഇപ്പൊ IEEA JCIക്ക് അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞ JCI എന്താണ്? JCI എന്താണ്? അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു മൂല്യനിർണയ ബോഡിയല്ലേ, ഇവാലുവേഷൻ ബോഡിയല്ലേ. ഹോസ്പിറ്റലുകൾക്ക്, അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അല്ലെ, 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവിടുത്തെ പ്രവർത്തനങ്ങള് മൂല്യനിർണയം നടത്തിയതിനു ശേഷം അംഗീകാരം കൊടുക്കുന്ന ഒരു ബോഡിയാണോ? ആണ് അല്ലെ. അപ്പൊ എന്താണ് IEEA എന്ന് പറയുന്നത്? ആരോഗ്യ സാമൂഹിക പരിപാലന ബാഹ്യ മൂല്യനിർണയ ഓർഗനൈസേഷനുകൾക്കും ലോകമെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങൾക്കും ഒരു മൂന്നാം കക്ഷി അല്ലെ, തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേഷൻ സർവീസ് കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. ാണോ? ഇപ്പൊ എന്താണ്, ഹോസ്പിറ്റലുകാർക്ക്, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകാർക്ക് JCI ആണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. JCIക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേറ്റർ അല്ലേ IEEA അല്ലേ? ആണ് അല്ലെ. അപ്പൊ അത് നോക്കി, അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് IEEA എന്ന് പറയുന്നത്? ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ എക്സ്റ്റേണൽ ഇവാലുവേഷൻ അല്ലെ, നമ്മുടെ എന്താണ് ആരോഗ്യ സാമൂഹിക പരിപാലന ബാഹ്യ മൂല്യനിർണയ ബോഡികൾക്കും അല്ലെ, ഓർഗനൈസേഷനും ലോകമെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങൾക്കും മൂല്യനിർണയ സേവനങ്ങൾ നൽകുന്ന ഒരു തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേറ്റർ ആണ് IEEA. ഓക്കെ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡെവലപ്പിംഗ് യൂണിയൻ ISO എന്നൊക്കെ ISO അല്ലേ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. അതിനൊക്കെ നമ്മുടെ IEEA അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ISO എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ആണ് അല്ലെ. സ്റ്റാൻഡേർഡ് ഡെവലപ്പിംഗ് ബോഡിയാണോ, യൂണിയൻ ആണോ അല്ലേ? ISO അംഗീകാരം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഡെവലപ്പിംഗ് ബോഡികൾക്ക് കൂടി അംഗീകാരം കൊടുക്കുന്ന ഒരു തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേറ്റർ ആണ് IEEA. JCIക്ക് മാത്രമല്ല മറ്റ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് IEEA അക്രഡിറ്റേഷൻ പ്രൊവൈഡ്സ് assurance that നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ സെന്റൻസ് ഇതിക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു അല്ലെ. IEEA accreditation provides assurance that the standards, training and process used by JCI meet the highest international benchmarks for accreditation bodies അല്ലെ. എന്താണ് ഈ IEEA എന്താണ് ഉറപ്പ് നൽകുന്നത് നമുക്ക്? JCI ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡുകള്, അവരുടെ പരിശീലനങ്ങള്, അവരുടെ പ്രക്രിയകള് എന്നിവ അക്രഡിറ്റേഷൻ ബോഡികൾക്കുള്ള ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് നമ്മുടെ IEEA അക്രഡിറ്റേഷനിലൂടെ ഉറപ്പു നൽകുന്നു അല്ലെ. JCI പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡില് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ആ ട്രെയിനിങ്ങുകളില് അല്ലെങ്കിൽ അവരുടെ ആ പ്രോസസ്സില് എന്തെങ്കിലും ക്വാളിറ്റിയില് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡില് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ IEEA അക്രഡിറ്റേഷൻ കൊടുക്കോ? JCIക്ക് കൊടുക്കോ?
ഇല്ല. യെസ്. അപ്പൊ എന്താണ് ഈ ഒരു IEEE അക്രഡിറ്റേഷൻ ആ ഒരു JCI നമ്മുടെ JCI കരസ്ഥമാക്കുന്നതിലൂടെ JCI പറയുന്ന സ്റ്റാൻഡേർഡുകള്, അവരുടെ പരിശീലനങ്ങള്, അവരുടെ പ്രോസസ്സുകള് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് ഉറപ്പ് നൽകുന്നു. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് എടുത്ത ഭാഗം, ഇന്നെടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. കൺഫ്യൂഷൻ വരരുത് കേട്ടോ. JCI 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നത്. അതേപോലെ JCIക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് IEEA. JCIക്ക് മാത്രമല്ല എന്താണ് സ്റ്റാൻഡേർഡുകൾ അല്ലെ? നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പിംഗ് ബോഡികൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു തേർഡ് പാർട്ടി എക്സ്റ്റേണൽ ഇവാലുവേറ്റർ ആണ് IEEA. നമ്മുടെ JCIക്ക് അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, ISOക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ASTM എന്ന് പറയുന്നത് അമേരിക്കൻ സൊസൈറ്റി ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന സ്റ്റാൻഡർഡൈസേഷൻ ബോഡിക്കും നമ്മുടെ IEEA അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മിസ് പറഞ്ഞതാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് മിസ് നെക്സ്റ്റ് എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് JCI ക്രെഡൻഷ്യൽസ് അല്ലെ? അപ്പൊ നോക്കിയേ, JCI received 4-year accreditation in 2011 from the International Society for Quality in Healthcare, which shows that the process and benchmark used by JCI are the highest international standards. അല്ലെ? നമ്മ പറഞ്ഞ എന്താണ് JCIക്ക് എന്താണ് ISQAയും QUAന്റെയും കൂടി അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ട് അല്ലെ, കരസ്ഥമായിട്ടുണ്ട് അല്ലെ. 2011 ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയറിൽ നിന്ന് JCIക്ക് അംഗീകാരം ലഭിച്ചത്. ഇത് എന്തിനുള്ള ഒരു ബെഞ്ച് മാർക്കാണ്? which shows that the process and benchmarks used by JCI are the highest international standard അല്ലെ. JCI ഉപയോഗിക്കുന്ന എന്താണ് സ്റ്റാൻഡേർഡുകൾ അല്ലെ, മാനദണ്ഡങ്ങള് ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര നിലവാരമുള്ളതാണെന്ന് ഈ ഒരു അക്രഡിറ്റേഷൻ നമുക്ക് ഉറപ്പു നൽകുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ IEA ഉറപ്പു നൽകുന്നത് പോലെ തന്നെ എന്താണ് JCI പറയുന്ന സ്റ്റാൻഡേർഡുകള് അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ് എന്ന് നമുക്ക് ഉറപ്പു നൽകുന്നു. ഓക്കെ അല്ലേ? JCI ഉപയോഗിക്കുന്ന പ്രക്രിയകൾ അല്ലെ, പ്രോസസ്സുകളും അവരുടെ സ്റ്റാൻഡേർഡുകളും അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ് എന്ന് ഈ ISQAന്റെ
അക്രഡിറ്റേഷൻ നമുക്ക് ഉറപ്പ് നൽകുന്നു. The Joint Commission International, the Joint Commission and the World Health Organization collaborate together on the WHO collaborating initiate dedicated to patient safety. എന്താണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ജോയിന്റ് കമ്മീഷൻ കൂടാതെ എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും കൂടി ഒന്നിച്ച് നമ്മുടെ WHO സഹകരണത്തോടു കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഉറപ്പ് നൽകുന്നത്? രോഗികളുടെ സുരക്ഷ അല്ലെ. അപ്പൊ എന്താണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, ജോയിന്റ് കമ്മീഷൻ ലോകാരോഗ്യ സംഘടന അല്ലെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവ രോഗികളുടെ സുരക്ഷയ്ക്കായിട്ട് എന്താണ് നമ്മുടെ WHO സഹകരണത്തോടു കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഓക്കെയാണോ? രോഗികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, ജോയിന്റ് കമ്മീഷൻ ലോകാരോഗ്യ സംഘടന അല്ലെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവ WHO സഹകരണത്തോടു കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. JCI accreditation is the most prestigious accreditation a non-US hospital can get, and consequently it is worth a lot to hospitals that offer services to foreign patients, right? ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്? ഒരു പ്രശസ്തി ലഭിക്കാണല്ലേ, പ്രസ്റ്റീജിയസ് അക്രഡിറ്റേഷൻ ആണ് അവർക്ക്. ഒരു US ഇതര അല്ലെ, ഒരു US ഇതര ആശുപത്രികൾക്ക് ലഭിക്കുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള അക്രഡിറ്റേഷൻ ആണ് JCI അക്രഡിറ്റേഷൻ അല്ലെ. നമ്മുടെ നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടുന്നതിലും കൂടുതൽ നമുക്ക് ഒരു പ്രസ്റ്റീജിയസ് അക്രഡിറ്റേഷൻ അല്ലേ JCIന്റെ അക്രഡിറ്റേഷൻ ലഭിക്കാന്നുള്ളത്. നാബിന്റെ നാഷണൽ ലെവലിൽ മാത്രമാണ് അല്ലെ. പക്ഷെ JCIയുടെ എങ്ങനെയാണ്? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലാണ് അല്ലെ നമുക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. ആണോ? ആണ് അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് JCIയുടെ വേൾഡ് വൈഡ് ആണ് അല്ലെ, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിനാൽ വിദേശ രോഗികൾക്ക് സേവനം നൽകുന്ന ആശുപത്രികൾക്ക് ഇത് വളരെയധികം വിലമതിക്കുന്നു അല്ലെ. നമുക്ക് കാണാറുണ്ടല്ലോ ആസ്റ്റർ മെഡ്സിറ്റിയിലെ അഹല്യയിലൊക്കെ പുറത്തുനിന്നുള്ള ഫോറിനേഴ്സ് അല്ലെ, ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ പുറത്തുനിന്നുള്ള ഫോറിനേഴ്സ് വരുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു JCIയുടെ അക്രഡിറ്റേഷൻ ലഭ്യമായത് കൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വിദേശികളെ ആകർഷിക്കുകയാണ് അല്ലെ. അവിടുത്തെ ട്രീറ്റ്മെന്റുകളിലെ, അവിടുത്തെ ഫെസിലിറ്റീസില്, അവിടുത്തെ സർവീസുകളിൽ അല്ലെ അന്താരാഷ്ട്ര ലെവലിലുള്ള വിദേശികളെ അവിടേക്ക് ആകർഷിക്കുകയാണ് അല്ലെ. ആണോ? ഒരു US ഇതര ഒരു നോൺ US ഹോസ്പിറ്റലുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ആണ് JCI അക്രഡിറ്റേഷൻ. അതെന്താണ്? വിദേശ രോഗികൾക്ക് സേവനം നൽകുന്ന ആശുപത്രികൾക്ക് വളരെയധികം വിലമതിക്കുന്നു അല്ലെ. വിദേശീയരായ രോഗികളെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ആകർഷിക്കാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ ആ ഒരു ഹോസ്പിറ്റലിനെ സഹായിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് ഒന്നുകൂടെ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞു തരാം കേട്ടോ ആ ഒരു സെക്ഷൻ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.